ഇന്ന് സെപ്റ്റംബർ 16 8 OTT റിലീസ് അപ്ഡേറ്റുകൾ പുറത്തു വന്നിരിക്കുകയാണ്. ഈ വർഷം ഫെബ്രുവരിയിൽ തിയേറ്ററുകളിലേക്കെത്തി വൻ ദുരന്തമായി മാറിയ രജനികാന്തിന്റെ സിനിമയാണല്ലോ തമിഴിൽ നിന്നും തിയേറ്ററുകളിലേക്കെത്തിയ ലാൽ സലാം. ഐശ്വര്യ രജനികാന്ത് സംവിധാനം ചെയ്ത ചിത്രത്തിനെ കുറിച്ചുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ് ഇപ്പോഴത്തെ ഐശ്വര്യ തന്നെ പുറത്തുവിട്ടിരിക്കുകയാണ്. സിനിമയുടെ OTT പ്ലാറ്റ്ഫോമായ സൺനെസ്റ്റിൽ നിന്നും നെറ്റ്ഫ്ലിക്സിലേക്ക് സിനിമ പോയിരിക്കുകയാണ് എന്നും ഒപ്പം തന്നെ സിനിമയുടെ തിയേറ്റർ വെർഷൻ പോലെ ആയിരിക്കില്ല OTT വെർഷൻ എന്നും കൂടുതൽ ദൈർഘ്യമുള്ള വെർഷൻ ആയിരിക്കും OTT-യിൽ കാണാനായിട്ട് കഴിയുക എന്നും സിനിമ ഉടൻ OTT റിലീസ് ചെയ്യുമെന്നാണ് സംവിധായക പറഞ്ഞിരിക്കുന്നത്. പാൻ ഇന്ത്യൻ ഭാഷകളിൽ സിനിമ നെറ്റ്ഫ്ലിക്സിലൂടെ അടുത്തൊരു മാസത്തിനുള്ളിൽ OTT റിലീസ് ചെയ്യുമെന്നാണ് നിലവിൽ നാം പ്രതീക്ഷിക്കുന്നത്. രണ്ടാമത്തേത് ബോളിവുഡിൽ നിന്നുള്ള CTRL എന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ്. അനന്യ പാണ്ഡെ നായികവേഷത്തിലെത്തിയ സിനിമ നെറ്റ്ഫ്ലിക്സിലൂടെ ഈ വരുന്ന ഒക്ടോബർ 4 OTT റിലീസ് ചെയ്യും. ചിത്രം ഒരു സൈക്കോളജിക്കൽ എക്സ്പീരിമെന്റൽ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. CTRL എന്ന സിനിമയ്ക്ക് മുന്നേ നെറ്റ്ഫ്ലിക്സിലൂടെ മറ്റൊരു ഹിന്ദി സിനിമ OTT റിലീസ് ചെയ്യുകയാണ്. അത് ഉലജ് എന്ന സിനിമയാണ്. ജാൻവി കപൂർ നായികവേഷത്തിലെത്തിയ ത്രില്ലർ സിനിമ അടുത്ത 2 വെള്ളിയാഴ്ചകൾക്കുള്ളിൽ OTT റിലീസ് ചെയ്യുമെന്നാണ് നിലവിൽ നാം പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ സെപ്റ്റംബർ മാസം തന്നെ OTT റിലീസ് ചെയ്യുന്ന സിനിമയ്ക്കായിട്ട് കാത്തിരിക്കാം. മാരുതി നഗർ സുബ്രഹ്മണ്യം എന്നൊരു തെലുഗു സിനിമ കൂടി ഈ ആഴ്ച OTT റിലീസ് ചെയ്യുന്നു. ഈ സെപ്റ്റംബർ 20 ആഹാ തെലുഗു OTT പ്ലാറ്റ്ഫോമിലൂടെ തെലുഗു ഭാഷ മാത്രം സിനിമ ലഭ്യമാകുന്നതാണ്. സമീപകാല തമിഴ് സിനിമകളിൽ ഡിസാസ്റ്റർ സ്റ്റാറ്റസ് നേടിയെടുത്ത സൂര്യനായകനെത്തിയ സിനിമയാണല്ലോ കൊട്ടുകാളി. ചിത്രത്തിൽ അന്നബൻ നായികവേഷത്തിലെത്തുന്നു. സിനിമ ഈ ആഴ്ച OTT റിലീസ് ചെയ്യുകയാണ്. സെപ്റ്റംബർ 20 ആമസോൺ പ്രൈം, സിംപ്ലി സൗത്ത് തുടങ്ങിയ OTT പ്ലാറ്റ്ഫോമുകളിൽ കൊട്ടുകാളി ലഭ്യമാകുന്നതാണ്. ആറാമത്തേത് ഇന്ന് തമിഴിൽ നിന്നും ഒഫീഷ്യൽ പ്രഖ്യാപനം വന്ന അരുൾ നിധിയുടെ ഡിമോണ്ടി കോളനി 2 എന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ഹൊറർ ത്രില്ലർ 50 കോടിയിലേറെ കളക്ഷൻ നേടിയെടുത്ത ഈ തമിഴ് സിനിമയുടെ ഒഫീഷ്യൽ OTT പ്രഖ്യാപനം C5-ൽ നിന്ന് വന്നിരിക്കുകയാണ്. അത് പ്രകാരം നേരത്തെ പ്രേക്ഷകരെ അറിയിച്ചതുപോലെ അടുത്തയാഴ്ച സെപ്റ്റംബർ 27 സിനിമ C5-ൽ തമിഴ് തെലുഗു ഭാഷകളിൽ OTT റിലീസ് ചെയ്യുന്നതാണ്. ഓഗസ്റ്റ് അവസാന വാരം തിയേറ്ററുകളിലേക്ക് എത്തിയ സൈജു കുറുപ്പ് സായ് കുമാർ ചിത്രമാണല്ലോ ഭരതനാട്യം. സിനിമയുടെ ഒഫീഷ്യൽ OTT അവകാശങ്ങൾ ഇപ്പോഴത്തെ മനോരമ മാക്സ് സ്വന്തമാക്കിയിരിക്കുകയാണ്. ഒക്ടോബറിലെ ആദ്യ 2 ആഴ്ചകൾക്കുള്ളിൽ OTT റിലീസ് പ്രതീക്ഷിക്കുന്നു. വീഡിയോയിലെ അവസാന അപ്ഡേറ്റ് സമീപകാലത്തെ എന്നല്ല ഈ വർഷത്തിലെ ഏറ്റവും ഉയർന്ന ഒരു തമിഴ് സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ നേടിയെടുത്ത സിനിമയാണല്ലോ ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം. വിജയ് നായകനെത്തിയ ഗോട്ടിന്റെ ഒഫീഷ്യൽ OTT അവകാശങ്ങൾ നെറ്റ്ഫ്ലിക്സ് ആണ് സ്വന്തമാക്കിയിരിക്കുന്നത്. വൻതുകയ്ക്ക് OTT അവകാശങ്ങൾ വിറ്റഴിക്കപ്പെട്ട ഗോട്ട് എന്ന സിനിമ തിയേറ്ററുകളിലേക്ക് എത്തി കൃത്യം ഒരു മാസത്തിനുള്ളിൽ OTT റിലീസ് ചെയ്യുന്നതാണ്. ഈ വരുന്ന ഒക്ടോബർ 4 സിനിമ OTT റിലീസ് ചെയ്യുമെന്നാണ് അൺഒഫീഷ്യൽ അപ്ഡേറ്റ്. മലയാളം, ഹിന്ദി ഉൾപ്പെടെയുള്ള പാൻ ഇന്ത്യൻ ഭാഷകളിൽ ഈ തമിഴ് സിനിമ ഗോട്ട് OTT റിലീസ് ചെയ്യും. അപ്പോൾ ഒഫീഷ്യൽ പ്രഖ്യാപനത്തിനായിട്ട് കാത്തിരിക്കാം. കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് കാത്തിരിക്കൂ.